രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന നിയമസഭാ സമ്മേളനം ഈ മാസം 20 മുതൽ ആരംഭിക്കും. 15ാം കേരള നിയമസഭയുടെ 16 സമ്മേളനമാണ് ജനുവരി 20 മുതൽ 16ാം സമ്മേളനമാണ് ജനുവരി 20 മുതൽ 26 വരെ നടക്കുന്നത്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സമ്മേളനം ആരംഭിക്കുക. ജനുവരി 29-ന് രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റും അവതരിപ്പിക്കും. വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനി പറയും. ശ്യാമ, ഒരു നീണ്ട മാസം അല്ലെങ്കിൽ നീണ്ട ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ബജറ്റ് സമ്മേളനത്തിന് തുടക്കമിടാൻ പോവുകയാണ് കേരള നിയമസഭ. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റ് ഒപ്പം തന്നെ അവസാന നിയമസഭാ സമ്മേളനത്തിനാണ് ഈ മാസം 20-ാം തീയതി തുടക്കമാകാൻ പോകുന്നത്. 15ാം കേരള നിയമസഭയുടെ 16ാം സമ്മേളനത്തിന് 20-ാം തീയതി തുടക്കമാകും. മാർച്ച് 26-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു സമ്മേളന കാലയളവാണ് നിശ്ചയിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക നിയമസഭയുടെ കലണ്ടർ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു നിയമസഭാ സമ്മേളനമാണ്. അതുമാത്രമല്ല, ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു ബജറ്റ് അവതരണം നടക്കുന്ന സമ്മേളനം കൂടിയാണ്. ജനുവരി 29-ാം തീയതിയാണ് 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിക്കുന്നത്. ജനുവരി 20-ാം തീയതി ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടു കൂടിയാണ് ഈ ഒരു ബജറ്റ് അവതരണം ഒപ്പം തന്നെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നത്. കേരള ഗവർണറായി രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ എത്തിയതിനു ശേഷമുള്ള ആദ്യ ഒരു ബജറ്റ് സമ്മേളനം കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും ചെറിയ ഇടവേളകൾ നൽകിക്കൊണ്ടുള്ള 3 മാസങ്ങളായി തുടരുന്ന ഒരു നിയമസഭാ സമ്മേളനത്തിനാണ് ഈ മാസം 20-ാം തീയതി വേദിയാകാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില വാർത്താ സമ്മേളനങ്ങളിൽ നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രി ഒരു ബജറ്റ് അവതരിപ്പിക്കുന്നതിൽ പോലെയുള്ള ചില പ്രഖ്യാപനങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തിയത്. സമാനമായി തന്നെയുള്ള വാഗ്ദാനങ്ങളുടെ ഒരു പെരുമഴ തന്നെ നൽകുന്ന രീതിയിലുള്ള ഒരു പ്രതികരണങ്ങളൊക്കെയുള്ള ഒരു ബജറ്റ് ആയിരിക്കും 29-ാം തീയതി ധനമന്ത്രി അവതരിപ്പിക്കാൻ പോകുന്നത്. എന്തായാലും നിയമസഭാ സമ്മേളനത്തിന് ഒരുക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന നിയമസഭാ സമ്മേളനമാണ്. 3 മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഇടവേളകൾ നൽകിയുള്ള ഒരു ബജറ്റ് സമ്മേളനത്തിന് കൂടി ഈ മാസം 20-ന് തുടക്കമാവുകയാണ്. എന്തായാലും എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. 15ാം നിയമസഭയുടെ 16ാം സമ്മേളനത്തിനാണ് ഈ മാസം 20-ാം തീയതി തുടക്കമാകുന്നത്. ഒരുപാട് രാഷ്ട്രീയ വിഷയങ്ങളടക്കം ചർച്ച ചെയ്യുന്ന കാലയളവിൽ ചേരുന്ന ഒരു നിയമസഭാ സമ്മേളനമായതുകൊണ്ട് തന്നെ സഭ അകത്തും പുറത്തും ഒക്കെ പ്രക്ഷുബ്ധമാകാനുള്ള എല്ലാ രീതിയിലുള്ള സാഹചര്യങ്ങളുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള വിഷയം ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് CPM ഒരു ഭാഗത്ത് പ്രതിരോധത്തിലാക്കി നിൽക്കുന്നു, ഭരണപക്ഷം ഒരു പക്ഷത്ത് പ്രതിരോധത്തിലായി നിൽക്കുന്നു, മറുപക്ഷത്ത് കോൺഗ്രസും അതിൽ പെട്ടു നിൽക്കുന്ന സാഹചര്യം. ഇതിനിടയിൽ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ വിജയവും തൊട്ടു പിന്നാലെ CPM-നേറ്റ കനത്ത തിരിച്ചടിക്കും ശേഷമുള്ള ഒരു നിയമസഭാ സമ്മേളനം കൂടിയാണ് ഈ കാലയളവിൽ ചേരാൻ പോകുന്നത്. എന്തായാലും വാഗ്വാദങ്ങളും തമ്മിൽ പോരും ഒക്കെയായി നീണ്ടു നിൽക്കുന്ന ഒരു നിയമസഭാ സമ്മേളനത്തിന് ഈ മാസം 20-ാം തീയതി തുടക്കമാവുകയാണ്. നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ അവതരിപ്പിക്കുന്നതോടുകൂടിയാണ് സഭാ സമ്മേളനം ആരംഭിക്കുക. ശ്യാമ, ശാലിനിയാണ് വിശദാംശങ്ങൾ നൽകിയത്.